യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രാജവി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെ കർത്താവേ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രികളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും ബലത്തോടും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ പരിപാലനത്തിനെയും ഓർത്ത് നന്ദി നേർന്ന ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അതേ സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയ എല്ലാ ദൈവത്തിന്റെ വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കാലവും ആ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മെ ഏകനായി വിടാത്ത ദൈവം ലോകാവസ്ഥലത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്ത കർത്താവ് നമ്മുടെ ഏത് വിഷയങ്ങളുടെ നടുവിലും കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് ഈ പൽക്കാലം നമ്മെ ജയത്തോടെ വഴി നടത്തുവാനായിട്ട് ഇടയായി തീരാം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ആമേ സ്തോത്ര. ഈ പൽക്കാലത്തെ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നമ്മെ ഓർക്കുന്ന ദൈവം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. അത് ഏത് പ്രതിസന്ധിയിലും കണ്ണുനീരിന്റെ മധ്യത്തിലും നമ്മെ കൈവിടാതെ അരികെ ഇരുന്ന് ഓർക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ സ്തോത്രം. നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലും പലപ്പോഴും നമ്മെ ഓർക്കാമെന്ന് പറയുന്ന പലരും മറന്നുപോയെന്നിരിക്കാം. സ്തോത്രം. ഓർത്താലും പലരും ഓർത്തില്ല എന്ന് ഭവിച്ചു കടന്നു പോയിരിക്കാം. പക്ഷേ നമ്മെ ഓർക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതേ സ്തോത്രം. നമ്മുടെ ഓർക്കുന്ന കർത്താവിന്റെ പ്രത്യേകത, നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുവാനായിട്ടിടയത്തില്ല, നമ്മുടെ കണ്ണുനീരിനെ കർത്താവ് ഓർക്കുവാനായിട്ടിടയത്തില്ല. സമയത്ത് ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ എത്തിക്കുവാനായിട്ടിടയത്തില്ല. അതേ മനുഷ്യൻ നമ്മെ സഹായിക്കാമെന്ന് പറയുന്ന സാഹചര്യമൊക്കെ അവർ മറന്നു പോയതിരിക്കാം. പക്ഷേ നമ്മുടെ ഓർക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു സഹായം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ആ സമയത്ത് ഓർത്ത് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുടെയും ഭാരങ്ങളുടെയും പ്രയാസം കൂടെ നടുവിലും ദൈവം നിങ്ങളെ ഓർത്ത് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അബ്രഹാമിനെ ഓർത്ത് സ്തോത്രം ദേശത്തെ സ്തോത്രം നിന്ന് ലോത്തിനെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീർത്ത ദൈവം ഈ പകൽക്കാലം പ്രിയ ദൈവത്തിനെ നമ്മുടെ ആയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് അതേ സ്തോത്രം ഹല്ലേലൂയ നോഹയെ ഓർത്തതായ ദൈവം നമ്മെ ഓർക്കുവാനായിട്ട് ഇടയായി തീരും. ദൈവം നമ്മെ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിമത്തങ്ങൾ അവസാനിക്കുവാനായിട്ട് ഇടയായി തീരാ. നമ്മളെ വ്യസനിപ്പിച്ച വിഷയത്തിനകത്ത് മറുപടി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരാ. നാം എവിടെ ഉറയ്ക്കുകയില്ല എന്ന് പറഞ്ഞു അവിടെ ഉറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാം ഒരു ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ. അതേ ദൈവം നമ്മെ ഓർത്താൽ നാം ദൈവിക വാഗ്ദത്തത്തിലേക്ക് കയറുവാനായിട്ട് ഇടയായിത്തീരാം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നാളുകളായി വർഷങ്ങളായിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓർക്കുന്ന പകൽക്കാലം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുന്നു. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയതേ മക്കളെ സ്തോത്രം. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവശബ്ദത്തിനു വേണ്ടി അനുസരിച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ആ ഒരു ദേശത്തിലെ പാപം പ്രവർത്തികൾ കൊണ്ട് ആ ദേശത്തെ നശിപ്പിക്കാൻ നോക്കിയപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അബ്രഹാമിനെ ഓർത്ത് അതിനകത്തുനിന്ന് ഒരുവനെ ദൈവം രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലിനോട് ഞാൻ പറയട്ടെ, നിന്റെ ഭവനത്തിനകത്ത് നീ ഒറ്റയ്ക്കായിരിക്കും ദൈവസ്ഥനിൽ ഇറങ്ങിയത്, നീ ഒറ്റയ്ക്കായിരിക്കും പ്രാർത്ഥിക്കുന്നത്.
നീ ഒറ്റയ്ക്കായിരിക്കും കരയുന്നത്. പക്ഷേ ഓർക്കേണ്ട സമയത്ത് ദൈവം നിന്നെ ഓർത്ത് നിന്റെ കുടുംബത്തെ ദൈവം രക്ഷിക്കുവാനായിട്ട് ഇടയത്തരാ. ഞാൻ ഒറ്റയ്ക്കല്ലോ ഉള്ള കർത്താവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഒറ്റയ്ക്ക് മതി. നിന്നെ ഓർത്ത് ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ, നിന്റെ ദേശത്തെ, നിന്റെ പട്ടണത്തെ വിടുവിക്കുന്ന, ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതെ, നീ വില കൊടുത്ത് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിന്നെ ഓർത്ത് ദൈവം ചിലതിനെയൊക്കെ വിടുവിക്കുവാനായിട്ട് ഇടയത്തില്ല. ചില അനർത്ഥങ്ങളിൽ നിന്ന്, ചില ആപത്തുകളിൽ നിന്ന് ഹല്ലേലൂയ അതേ സ്തോത്രം, ചില പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ ഓർത്തുകൊണ്ട് മറ്റു ചിലതിനെ കൂടി വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ നമുക്ക് വേഗത്തിൽ നമുക്ക് സ്തോത്രം പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അത് തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം തന്റെ ജനത്തെ ഓർത്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ മക്കളോടുള്ള നിയമത്തെ ഓർത്ത് അവരുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു എന്നവിടെ വചനത്തിൽ കാണുന്നു. പ്രിയതേ മക്കളെ, സ്തോത്രം. അബ്രഹാമിനോട്, ഇസാക്കിനോട്, യാക്കോബിനോട് ചെയ്തതായ നിയമത്തെ ഓർത്ത് 400 വർഷത്തെ അടിമത്ത ജീവിതത്തിൽ നിന്ന് സ്തോത്രം തന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനതയെ ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതെ, 400 വർഷത്തെ ഒരു അടിമത്തം അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ കാലം കഴിഞ്ഞ് 400 വർഷമായല്ലോ എന്ന് പറഞ്ഞ് മറന്നു പോകുകയല്ല. അബ്രഹാമിനോടും അരുളി ചെയ്തതായ ദൈവ, അബ്രഹാമിനോട് നിയമം ചെയ്ത, ഉടമ്പടി ചെയ്ത ദൈവ, അതേ സ്തോത്രം 400 വർഷക്കാലം അതേ സ്വന്തം ദേശമല്ലാത്ത മറ്റൊരു ദേശത്ത് പാർക്കുമെന്ന് അവർ പീഡിക്കപ്പെടുമെന്നൊക്കെയും പറഞ്ഞു. എന്നാൽ ആ 400 വർഷം കഴിയുമ്പോൾ അവരെ ആ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് അരുളി ചെയ്ത ദൈവ, പ്രിയതേ മക്കൾ, അത് 400 വർഷമായപ്പോ ദൈവം ഓർക്കുവാനായിട്ടിടയെത്തുന്നു. അതെ, പലരും മനുഷ്യർ നമ്മോട് പറയുന്ന വാക്കുകൾ വർഷങ്ങൾ, മാസങ്ങൾ കഴിയുമ്പോൾ, സാഹചര്യങ്ങൾ കഴിയുമ്പോൾ മറന്നു പോകാം. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന് പലരും വന്ന് ചോദിച്ചിരിക്കാം. പക്ഷേ നമ്മുടെ തലമുറയോടുള്ള നിയമത്തെ ഓർക്കുന്ന ദൈവം മറന്നു പോകുന്ന ദൈവമല്ല. സ്തോത്ര. അതെ, നാം മറന്നു പോകാം. ദൈവം നമ്മോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ നാം മറന്നു പോയെന്നിരിക്കാം. പക്ഷെ നാം മറന്നാലോ ഓർത്തിരുന്ന് തക്ക സമയത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന, അത് വാഗ്ദത്തം നിവർത്തി ചെയ്യുന്ന അവരുടെ സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്ന ഇസ്രായേൽ ജനതയുടെ അടിമത്വത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, നാളുകളായി നീ അനുഭവിക്കുന്ന ചില അടിമത്വങ്ങൾ, നിന്നെ പിൻപറ്റുന്ന ഹല്ലേലൂയ, നിന്നെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് ഹല്ലേലൂയ അതേ നിനക്കൊരു വിടുതലുണ്ടെന്ന് നീ വർഷങ്ങൾക്ക് മുമ്പേ കേട്ട് കാണുമായിരിക്കാം. അതേ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നീ അനുഭവിക്കുന്ന ചില അനർത്ഥങ്ങൾ കാണുമായിരിക്കാം, ചില അടിമത്വങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നോടുള്ള നിയമത്തെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം നിന്നെ അത് ഓർത്ത് ഹല്ലേലൂയ അതേ ഇസ്രായേൽ ജനതയുടെ സങ്കടത്തെ കണ്ട ദൈവം, അവരുടെ കണ്ണുനീരിനെ കണ്ട ദൈവം, അവരെ സ്തോത്ര കരച്ചിനെ കേട്ടതായ ദൈവം, പ്രിയ ദൈവമക്കളെ, അവരെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, അവരെ വാഗ്ദത്തത്തിലേക്ക് ദൈവം കയറ്റിവിട്ടെങ്കിൽ, നിന്റെ മേലുള്ള ചില അടിമത്വങ്ങളെ ഹല്ലേലൂയ ആ ഒരു കാലത്തെ അവസാനിപ്പിച്ചുകൊണ്ട് നിന്നെ ദൈവിക വാഗ്ദത്തത്തിലേക്ക് പരിശുദ്ധാത്മാവ് കരം പിടിച്ച് കയറ്റുവാനായിട്ടിടയെത്തീരും. സ്തോത്രം. അടുത്ത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ സ്തോത്ര ജോസഫിനെ ദൈവം ഓർത്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോസഫിന്റെ മേൽ കടന്ന സ്വപ്നം വലുതാണ്, പക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോസഫ് കാരാഗൃഹത്തിൽ കിടക്കുന്ന സാഹചര്യത്തെ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. പാനപാത്രവാഹകരോ പ്രമാണിയോട് ജോസഫിനെ ഒന്ന് ഓർക്കണമേ എന്ന് ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ സ്തോത്രം ജോസഫ് പറഞ്ഞ സ്വപ്നത്തിന്റെ പൊരുള് അതനുസരിച്ച് പാനപാത്രവാഹനെ പ്രമാണി അവിടെ എന്ത് ചെയ്യുന്നു, ജോലിക്കെടുത്തു. ആ സമയത്തിന് ഓർക്കണമേ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ജോസഫിനെ മറന്നു. പ്രിയതേ മക്കളെ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ സഹായങ്ങൾ
അനുഭവിക്കുന്നവരും അതേ സ്തോത്രം നമ്മെ ഓർക്കേണ്ട സാഹചര്യങ്ങൾ ഓർത്തില്ല എന്നിരിക്കാം. പക്ഷേ അവിടെ ഒന്നും നമ്മൾ നീരസപ്പെട്ടു പോകേണ്ട. കാരണം മനുഷ്യർ ഓർക്കേണ്ട സമയത്ത് ഓർത്തു കഴിഞ്ഞാൽ സ്തോത്രം നമുക്ക് ദൈവീയ വാഗ്ദത്തത്തിലേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. പക്ഷേ അതേ സ്തോത്രം ഓർക്കേണ്ട ദൈവം നമ്മെ ഓർത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അത് വാഗ്ദത്തത്തിന്റെ ടൈം ആയിരിക്കും. സ്തോത്രം അത് നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ആ വാഗ്ദത്തത്തിലേക്ക് കയറ്റുന്ന ഒരു ടൈം ആയിരിക്കും. സ്തോത്രം ഇവിടെ കാണുവാൻ സാധിക്കുന്നു. സ്തോത്ര വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അതേ സ്തോത്രം ജോസഫിനെ ദൈവം ഓർത്ത് എന്ത് ചെയ്യുന്നു? വീണ്ടും സ്വപ്നങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയത്തുന്നു. ആ സ്വപ്നത്തിന്റെ പൊരുളുകൾ പറഞ്ഞു കൊടുക്കുക ജോസഫിനെ സ്തോത്ര കൊട്ടാരത്തിലേക്ക് വീണ്ടും എത്തിക്കുവാനായിട്ട് ഇടയത്തുന്നു. സ്തോത്ര ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഉയർത്തുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലരെയൊക്കെ മറന്നു കളയത്തക്ക രീതി ദൈവം പ്രവർത്തിക്കും. അവിടെ നമ്മൾ ഭാരപ്പെടേണ്ട. കർത്താവിന്റെ സനിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിൽക്കുക. അവിടെ ജോസഫിനെ ദൈവം ഓർത്ത് തക്ക സമയത്ത് അവിടെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് ദൈവം ജോസഫിനെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര നമുക്ക് അതുപോലെ 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹന്നയെ ദൈവം ഓർത്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഓർത്തതിന്റെ ഫലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾ എന്ത് ചെയ്യുന്നു? അവിടെ കണ്ണുനീരിനും അവിടെ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നിന്റെ കണ്ണുനീരിന്റെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. അതേ നാം കരഞ്ഞത് നാം പ്രാർത്ഥിച്ചതൊക്കെ ചിലപ്പോ ആര് കണ്ടില്ല എന്നിരിക്കാം, ആര് ഓർത്തിരിക്കണമെന്നില്ല. നാം തന്നെ ചിലപ്പോൾ നമ്മുടെ കരഞ്ഞ വിഷയങ്ങളെ ഓർക്കണമെന്നില്ല. പക്ഷേ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അതിനെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം നിന്റെ കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ തിരുവചനത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹന്നയെ ദൈവം ഓർത്തു. യഹോവ അവളെ ഓർത്തു. സ്തോത്ര ഹല്ലേലൂയ. അതേ അവൾ വ്യസനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൾ കരയുവാനായിട്ട് ഇടയായി തീർന്നു. അവൾ നിന്ന ഏൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പക്ഷേ ദൈവം അവളെ ഓർത്തപ്പോ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. നിന്നെ ദൈവം ഓർത്ത് കഴിഞ്ഞാൽ ഹല്ലേലൂയ നിന്റെ മേൽ കിടക്കുന്ന നിന്ദകൾ മാറുവാനായിട്ട് ഇടയത്തിര. നിന്നെ വ്യസനിപ്പിച്ച വിഷയത്തിന്റെ മറുപടികൾ വെളിപ്പെടുവാനായിട്ട് ഇടയത്തിര. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ സ്തോത്രം ഒത്തിരി വ്യസനത്തിന്റെ അനുഭവത്തിൽ കൂടി ആയിരിക്കാം നീ കടന്നു പോകുന്ന. ഒത്തിരി കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടി ആയിരിക്കാം നീ കടന്നു പോകുന്നത്. പ്രിയ ദൈവ പൈതലേ, കർത്താവ് നിന്നെ ഓർക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നിന്റെ മുഖം പിന്നെ വാടുവാനിടയാകാതവണ നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കത്തക്ക രീതി. ഹല്ലേലൂയ. അതേ സ്തോത്രം നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ എന്റെ സ്വർഗത്തിൽ ദൈവം മാറ്റുവാനായിട്ടിടയത്തിര. ദൈവം ഓർത്ത ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആരും ഓർത്തില്ല എങ്കിലും എന്റെ ദൈവമേ അങ്ങ് നീ എന്നെ ഓർക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ആരൊക്കെ നമ്മെ ഓർത്തില്ല എങ്കിലും ഓർക്കേണ്ട ദൈവം, നമ്മെ സഹായിപ്പാൻ കഴിയുന്ന, നമ്മെ വിടിപ്പാൻ കഴിയുന്ന, നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഓർത്തു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം നോഹയെ ഓർത്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നോഹയെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്ന ആ ഭാഗം നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവന്റെ അവസ്ഥ അവരുടെ എന്ത് ചെയ്യുന്നു? നോഹയ്ക്കുള്ളതിനെയും ദൈവം ഓർത്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. 8:1 ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ദൈവം നോഹയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. അവിടെ ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഹല്ലേലൂയ. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ പ്രിയതേ മക്കളെ സ്തോത്രം, നോഹയ്ക്കുള്ളതിനെയും ദൈവം ഓർത്തു. ഹല്ലേലൂയ. അവിടെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എന്ത് ചെയ്യുന്നു? ഒരു കാറ്റ് ദൈവം അടുപ്പിച്ചു, വെള്ളം നിലയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വെള്ളം നിലയ്ക്കുക മാത്രമല്ല, ഉറയ്ക്കേണ്ടടുത്ത് ഉറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. അരാരത് പർവ്വതത്തിൽ അത് പെട്ടകം ഉറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം ഓർത്ത് ഓരോരുത്തരുടെ സ്ഥിതികൾക്ക് മാറ്റം വന്നതിനെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ,
സ്തോത്രം ഹല്ലേലൂയ ദൈവം ഓർത്ത് കഴിഞ്ഞപ്പോ ഇസ്രായേൽ ജനതയുടെ അടിമത്വത്തിൽ നിന്ന് അതേ സ്തോത്രം ഹല്ലേലൂയ അവരെ ദൈവം വിടുവിച്ച് വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. പ്രിയ ദൈവ പൈതലെ, ദൈവം നോഹയെ ഓർത്തപ്പോ അവരെ എവിടെ ഉറയ്ക്കത്തില്ല എന്ന് പറഞ്ഞുവോ അവിടെ ഉറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ജോസഫിനെ ഓർത്തപ്പോ അതേ കാരാഗ്രഹം കൊണ്ടൊക്കെ അവസാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം അവനെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഹന്നയെ ദൈവം ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവളെ വ്യസനിച്ചു കൊണ്ടിരുന്ന വിഷയത്തിനകത്ത് അവളെ കരച്ചിന്റെയും പ്രാർത്ഥനയുടെയും മറുപടി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. അങ്ങനെ ഈ പറയക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവം നിന്നെ ഓർത്ത നിന്റെ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയായിത്തീര, നിന്റെ അടിമത്തങ്ങൾ അവസാനിക്കുവാനായിട്ട് ഇടയായിത്തീര, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളിലേക്കുള്ള എൻട്രികളായി തീരുവാനായിട്ട് ഇടയായിത്തീര. നിന്നെ എവിടേക്ക് ഉറപ്പിക്കില്ല എന്ന് പറഞ്ഞ് ശത്രു ഹല്ലേലൂയ നിന്നെ ഓട്ടിക്കുവാൻ നോക്കുന്നുവോ അവിടെയൊക്കെയും സ്തോത്രം ഹല്ലേലൂയ നിന്റെ തലമുറയെ എവിടെ ഉറപ്പിക്കത്തില്ലെന്ന് ശത്രു വാദിക്കുന്നുവോ, നിന്റെ കുടുംബത്തെ എവിടെ ഉറപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നുവോ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഓർക്കുന്ന പകൽക്കാലം അത്രേ. നിന്നെ ചിലർക്ക് ഉറപ്പിക്കാൻ പോകിയ, നിന്റെ പറ്റി ആധിപത്യം വെക്കുന്ന ചില അടിമത്വങ്ങളിൽ നിന്ന്, ചില അടിമത്വ നുഖങ്ങളെ ഹല്ലേലൂയ നിന്റെ മേൽ അവകാശം പറയുന്ന, നിന്റെ പറ്റി ആധിപത്യം പുലർത്തുന്ന ചില മിസ്രൈമിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന പകൽക്കാലം അത്രേ. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടുള്ള നിയമത്തെ ഓർത്ത് ദൈവം ഇസ്രായേൽ ജനതയെ വിടുവിച്ചു. ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. അബ്രഹാമിനെ ഓർത്ത് അതേ സ്തോത്രം ലോത്തിനെ ഹല്ലേലൂയ ആ ദേശത്തെ ഉന്മൂലനാശം വരുത്തുവാൻ ഭാവിച്ചപ്പോ അതിനകത്തുനിന്ന് അവരെ വിടുവിക്കുവാനായിട്ടിടയായി തീർന്നുവെക്ക്. ഈ പകൽക്കാലം നിന്നെ ഓർത്ത് നിന്റെ തലമുറകളെ ദൈവം വിടുവിക്കുവാനായിട്ടിടയത്തിര, നിന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കുവാനായിട്ടിടയത്തിര. നീ കടന്നു പോകുന്ന കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിന്ന്, നീ കടന്നു പോകുന്ന തകർച്ചയുടെ അനുഭവത്തിൽ നിന്ന്, നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ ആഴക്കടലിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന ദൈവം ഈ പകൽക്കാലം നിന്നെ ഓർക്കുവാനായിട്ടിടയത്തിര. ആരും നിനക്ക് കരം തരാനില്ലായിരിക്കാം പിടിച്ച് പുറത്തു കൊണ്ടുവരുവാനായിട്ട്. നീ ആഴത്തിൽ മുങ്ങി താഴുന്ന അനുഭവത്തിലായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, നിന്നെ ദൈവം ഓർക്കുവാനായിട്ടിടയത്തിര, നിന്റെ തലമുറയെ ദൈവം ഓർക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഭാരപ്പെടേണ്ട. അതേ സ്തോത്രം. ദൈവം നിന്നെ ഓർത്ത നിന്റെ അവസ്ഥകൾ മാറുവാനായിട്ടിടയത്തിരും, നിന്റെ സാഹചര്യങ്ങൾ മാറുവാനായിട്ടിടയത്തിരും. അതേത് പ്രതിസന്ധിയുടെയും കണ്ണുനീരിന്റെ മധ്യത്തിലും നമ്മെ കൈവിടാതെ സ്തോത്രം നമ്മുടെ അരികിൽ നിൽക്കുകയും നമ്മെ ഓർക്കുകയും ചെയ്യുന്ന ദൈവം ഈ പകൽക്കാലം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം തരും. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? പലപ്പോഴും ചിന്തിക്കുന്നില്ലേ, ഇനി ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ. ഹല്ലേലൂയ. ആരെ കാണാതിരിക്കുമ്പോഴും നിന്നെ ഓർക്കേണ്ട ഒരു ദൈവം ഓർക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ആ ദൈവത്തിന്റെ പ്രത്യേകതയാ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം. അതേ തക്ക സമയത്ത് ദൈവത്തിന്റെ സഹായം നിന്റെ മേൽ പകരുവാനായിട്ടിടയത്തിര. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മെ ഓർക്കുന്ന ദൈവം നമ്മെ വിടുവിക്കുവാനായിട്ടിടയത്തിരും. നീ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർത്ത്. പ്രിയതേ മക്കളെ, ദൈവത്തിന് അറിയാം എപ്പോഴാ നിന്നെ വിടുവിക്കേണ്ടത്. ആ ദൈവത്തിന്റെ അതേ സ്തോത്രം, ദൈവത്തിന്റെ ടൈം തെറ്റുകയില്ല. നിന്നെ സഹായിക്കേണ്ട ടൈം, നിന്നെ വിടുവിക്കേണ്ട ടൈം, നിന്നെ പുറത്തെടുക്കേണ്ട ടൈം, എപ്പോഴാ നിനക്ക് പ്രാർത്ഥനയുടെ മറുപടി തരേണ്ടതെന്ന് അറിയാവുന്ന ദൈവം, നിന്നെ എപ്പോഴാ ചിലയിടത്ത് ഉറപ്പിക്കേണ്ടതെന്ന് അറിയാവുന്ന ദൈവം. ആ തക്ക ടൈമിൽ ദൈവം നിന്നെ കുറിച്ച് ഓർക്കും. ആരും ഓർത്തില്ല എങ്കിലും സ്തോത്ര ആ തക്ക ടൈമിൽ സ്തോത്ര ഹല്ലേലൂയ നിന്നെ ഓർത്ത് ദൈവം നിന്നെ വിടുവിക്കുവാനായിട്ടിടയത്തിര. അങ്ങനെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മെ ഓർക്കുന്ന ദൈവം നമ്മെ വിടുവിച്ച് പുറത്തെടുക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ കാലം തന്റെ ജനത്തെ ദൈവം ഓർക്കുന്ന പകൽക്കാലമായി തീരട്ടെ. അപ്പൊ ആ ദേശത്തെ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ്
മുമ്പേ അബ്രഹാമിനെ ഓർത്തതായ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ കർത്താവെ വിടുവിക്കുവാൻ. ഹല്ലേലൂയ. അപ്പൊ അവരോട് അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് ചെയ്തതായ നിയമത്തെ ഓർത്തതായ ദൈവം കർത്താവെ. അപ്പൊ നോഹയെ ഓർത്ത്, നോഹയ്ക്കുള്ളതിനെ ഓർത്ത് കർത്താവെ പെട്ടകത്തെ ഉറപ്പിച്ചതായ ദൈവ. അപ്പൊ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവെ ചില പ്രതിസന്ധികളിൽ നിന്ന്, ചില പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് ഇവരെ ദൈവം വിടുവിച്ച് പുറത്തെടുക്കണമേ. ചില അടിമത്വങ്ങളിൽ നിന്ന് ഇവരെ വിടുവിച്ച് പുറത്തെടുക്കണമേ. ഇവരെ ഉറപ്പിക്കേണ്ടടുത്ത് പരിശുദ്ധാത്മ ഉറപ്പിക്കണമേ. ഇവരെ വാഗ്ദത്തങ്ങളിലേക്ക് ജോസഫിനെ കയറ്റിയതുപോലെ ഇവരെ ഓർത്ത് ദൈവം തമ്പുരെ കയറ്റി വിടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഇവരെ കണ്ണുനീരികളെ ഓർക്കണമേ, ഇവരുടെ പ്രാർത്ഥനകളെ ദൈവം ഓർക്കണമേ. അപ്പ തക്ക സമയത്ത് ദൈവത്തിന്റെ സഹായത്തിനായിട്ട് അങ്ങ് ഇവരെ ഓർത്ത് ഇവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.